ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടികളെ കൊണ്ടുവിടാൻ വന്നപ്പോൾ സച്ചിയെ ഞാനും കണ്ടിരുന്നു. പക്ഷേ പിന്നെ രാത്രി ഞാൻ കാണുന്നത് സച്ചിയെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാം ഞങ്ങൾ വിശദമായിട്ട് പറയും സാറേ. ഗൗരിയുടെ അച്ഛനാ ഞങ്ങളെ കൊണ്ടുവന്നത്. ഹലോ സാർ. ഹായ്, ഞാൻ അമ്മുന്റെ അച്ഛനാ. മനസ്സിലായി. ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ നോക്കുന്നേ? മനസ്സിലായില്ലല്ലേ? എന്നെ ഇവിടെ കൊണ്ടുവന്നത് സാറാണല്ലേ? അതെ. സാർ അഡ്വക്കേറ്റ് ഗൂഗിൾ സാറല്ലേ? അന്ന് എന്നെ ഹോസ്പിറ്റലിൽ... ഓ, ഓക്കേ, ഞാൻ ഓർക്കുന്നു. വെറുതെ അല്ല, ആളിനെ കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. എന്റെ പൊന്നു സാറേ, സാറിനെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? അന്ന് സാറ് തന്ന നമ്പറും മിസ്സായിപ്പോയി. സാരമില്ല, എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചല്ലോ. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. അപ്പൊ കാണാം, ഇറങ്ങട്ടെ? അയ്യോ സാറേ, ഒന്ന് കയറിയിട്ട് പോവാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അയ്യോ, ഇനി ഒരിക്കലാവും. ഇപ്പൊ ഒരുപാട് ലേറ്റായി. സാരമല്ല സാർ, ഗൗരിമോളും ഉണ്ടല്ലോ, ഒന്ന് കേറിയിട്ട് പോവാം പ്ലീസ് സാർ. മോളെ അച്ഛനോടൊന്ന് പറ. അച്ഛാ, കേറിയിട്ട് പോവാം. ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. സാറ് വേറൊന്നും വിചാരിക്കരുത് പ്ലീസ്. ഒരു ചായ കുടിച്ചിട്ട് പോവാം. ശരി, ആയിക്കോട്ടെ. ആ, വാ, നമുക്ക് അമ്മമ്മയെ പോയി കാണാം. ഗൗരി വാ. ഒരു സാർ. വാ. അമ്മമ്മേ. ആഹാ, മക്കളെ നിങ്ങൾ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? സൂപ്പർ ആയിരുന്നു അമ്മമ്മേ. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അതാരാ? ഞങ്ങളുടെ കൂട്ടുകാരി ഗൗരി. മോളെ എനിക്കറിയാലോ. എനിക്ക് മനസ്സിലായി. അന്ന് പച്ചക്കറി കടയിൽ വെച്ച് സവാളയ്ക്ക് പിന്നാലെ ഓടിയത് മുത്തശ്ശിയല്ലേ? ആ അതെ, മോൾക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. അന്ന് സവാള എടുത്തിട്ട് പൊട്ടച്ചാണെന്നല്ലേ പറഞ്ഞത്? അത് ശരി. അപ്പോ അങ്ങനൊരു കഥയുണ്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മൂക്ക് ശരിക്കും കണ്ണ് കാണത്തില്ല. അമ്മേ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് ആ എനിക്ക് മനസ്സിലായി. ശോഭനയുടെ മോനല്ലേ? ആ, അന്ന് അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. അതെ. ഞാൻ കുട്ടികളെ കൊണ്ടുവിടാൻ വന്നാ. എന്റെ അച്ഛനാ. ആ അത് ശരി. അച്ഛാ, ഓ, ഈ മുത്തശ്ശി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ സവാളയ്ക്ക് പിന്നാലെ ഓടിയ ഒരു മുത്തശ്ശി? അത് ഈ മുത്തശ്ശിയാ. ഈ അമ്മയായിരുന്നു. ആ, എന്താ ഈ സവാള പിന്നാലെ ഓടിയ കഥ? അതൊക്കെ നമുക്ക് മാത്രമേ അറിയൂ, അല്ലേ മോളെ? ഗൗരി വാ, നമുക്ക് അകത്തേക്ക് പോവാം. അങ്കിളെ, ഞങ്ങൾ ഇപ്പൊ വരാവേ. മോളെ, നമുക്ക് പെട്ടെന്ന് പോകണ്ടാണേ. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ വരാം. ചെല്ലു മക്കളെ. വാ. അമ്മേ, ഇതല്ലാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. അന്നൊരു ദിവസം റോഡിൽ മയങ്ങി വീണ എന്നെ ഒരാൾ ആശുപത്രിയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഹോസ്പിറ്റലിൽ ബില്ലടച്ചതും സാറ് തന്നെ. ഈശ്വര, അത് സാറായിരുന്നോ? അനൂപേട്ടൻ ഞങ്ങളോട് എല്ലാം പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ആ സമയത്താ വഴിയിൽ വെച്ച് ഇദ്ദേഹം മയങ്ങി വീഴുന്ന കണ്ടത്. മോനെ ദൈവം അന്നേരം അവിടെ കൊണ്ടാക്കിയത്. ഇരിക്കും സാറ്. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. വാ മോനെ, ഇരിക്കെ. ആയിക്കോട്ടെ. അന്ന് ആശുപത്രിയിൽ
സാറ് ചിലവാക്കിയ പണം തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി സാറിന്ന് ഹോസ്പിറ്റലിലെ ബില്ലടച്ചു. തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതൊന്നും സാരമില്ല. അന്ന് പരിചയമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോ നമ്മളൊക്കെ പരിചയക്കാരായല്ലോ. മോൻ വക്കീലാണല്ലേ? ആ അതെ മേ, പബ്ലിക് പ്രോസിക്യൂട്ടറാ. ആ, അന്ന് മോന്റെ അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഓ, ഞങ്ങളിപ്പോ വലിയൊരു സങ്കടത്തിലെ മോനെ. ഇന്ദോട്ടിയുടെ അച്ഛനെ പോലീസ് ഒരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുക. കുട്ടികളെ കൊണ്ടുവിടാൻ വന്നപ്പോ സച്ചിയെ ഞാനും കണ്ടിരുന്നു. പക്ഷേ പിന്നെ രാത്രി ഞാൻ കാണുന്നത് സച്ചിയെ അറസ്റ്റ് ചെയ്ത വാർത്തയാ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാം ഞങ്ങൾ വിശദമായിട്ട് പറയും സാറേ. ഞങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളേ ഉള്ളൂ. ഇതൊക്കെ പഴയതാ. അടുത്ത തവണ നിങ്ങൾ വീട്ടിൽ വരുമ്പോ ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ തരാം. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്താ ഇത്? ഇത് ചിപ്പിയുടേതാ. ഞാൻ കൊടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ നോക്കട്ടെ. അയ്യോ, ഞാനും നോക്കട്ടെ. ഇത് കളിപ്പാട്ടാണോ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ചിപ്പിയുടെ അമ്മ വിദേശത്ത് ടൂറൊക്കെ പോകുന്നല്ലേ, അവിടുന്ന് വാങ്ങിച്ചായിരിക്കും. കണ്ടിട്ട് ശരിക്കുള്ള തോക്ക് പോലെ ഉണ്ട്. അതിൽ നീ ശരിക്കുള്ള തോക്ക് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോ അവക്കിത് തിരിച്ചു കൊടുക്കാം. എന്നാ നീ തന്നെ വെച്ചോ.